കൃഷ്ണ, ഒരു ചേച്ചി പറഞ്ഞ അനുഭവമാണ്. ഇടവ ഒന്ന് വ്യാഴാഴ്ച ഗുരുവായൂർ പോയപ്പോൾ ഉണ്ടായ എൻ്റെ അനുഭവം. എൻ്റെ വീടിൻ്റെ പണിയൊക്കെ തീർന്നു, പാല് കാച്ചലാവാറായി. അപ്പോൾ എനിക്കൊരാഗ്രഹം, വീടിൻ്റെ താക്കോല് ഗുരുവായൂർ കൊണ്ടുപോയിട്ട് പൂജിച്ച് വാങ്ങണമെന്ന്. അങ്ങനെ പോകാനിറങ്ങി. കണ്ണന് കൊടുക്കാൻ വീട്ടിലെ തുളസിയും മഞ്ചാടിയും കുന്നിക്കരവും എടുത്തു. എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മകള്, അവളെ ഗുരുവായൂർ കൊണ്ടുപോകണം. അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവളെ കൊണ്ടുപോകാറില്ല. എന്നോട് പറഞ്ഞു. ഞാൻ അവളെയും മകളെയും കൊണ്ട് ഗുരുവായൂരിൽ വന്നു. നല്ല തിരക്കായിരുന്നു. 2 മണിക്ക് എത്തി. ക്യൂ നിന്നു. 4:30. മോള് പറഞ്ഞു, തൊണ്ട ഉണങ്ങുന്നു അമ്മേ, എന്താ ചെയ്യുക, ഇത്തിരി വെള്ളം കിട്ടണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, വെള്ളമായിട്ട് ഇപ്പോൾ ആൾ വരുമല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ അതാ ഒരു ചേച്ചി വെള്ളവും കൊണ്ടുവരുന്നു. മതിയാവോളോ അവൾ കുടിച്ചു. അവൾ പറഞ്ഞു, ഭഗവാൻ വെള്ളം തന്നു എന്ന്. അങ്ങനെ അകത്ത് കടന്ന് നേരിട്ട് അകത്തേക്ക് കടത്തുന്നു. ആളുകൾ ഭയങ്കര തിരക്ക്. കൊച്ചിനെ ഞാൻ ഒതുക്കി പിടിച്ച് അകത്ത് കടന്നു. അവിടെ നിന്ന സെക്യൂരിറ്റി ചേച്ചിയോട്, മോള് കണ്ണനെ ഒന്ന് കണ്ടോട്ടെ എന്ന് അവളുടെ മുന്നിലേക്ക് നീക്കി നിർത്തി സുഖമായിട്ട് ഭഗവാനെ കണ്ടു തൊഴുതു. മുരളീധരൻ ആയിരുന്നു അവിടുന്ന്. അങ്ങനെ ബാക്കിലിരിക്കുന്ന തിരുമേനി സ്ഥലത്ത് നോക്കിയപ്പോൾ തിരുമേനി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, എനിക്ക് താക്കോല് പൂജിച്ചു തരുമോ എന്ന്. തരാമെന്ന് പറഞ്ഞു. താക്കോലും ദക്ഷിണയും കൊടുത്തു. പേരും നാളും ചോദിച്ചു പറഞ്ഞു കൊടുത്തു. അങ്ങനെ താക്കോലും പൂജിച്ച് കിട്ടി. കൂടെ ഒരു കദളിപ്പഴവും ഭഗവാന്റെ പട്ടുകോണകവും കിട്ടി. എനിക്ക് ഒരുപാട് സന്തോഷമായി. തൊഴുത് പുറത്ത് കടന്നപ്പോൾ അടുത്ത പ്രശ്നം. ആദ്യമായിട്ട് ഗുരുവായൂർ വരുന്ന അവൾക്ക് പാൽപ്പായസം കഴിക്കണം. അവിടെ പാൽപ്പായസം കഴിഞ്ഞു. ഇനി എഴുതിയാലും നാളെ കിട്ടുള്ളൂ. അവൾക്ക് വളരെ സങ്കടമായി. ഞാൻ വളരെ ആഗ്രഹിച്ചു വന്നതാ. അങ്ങനെ 1 ലിറ്റർ വേണമെന്ന് കരുതി. അങ്ങനെ ആ കൗണ്ടറിൽ ചെന്ന് ചോദിച്ചു. പാൽപ്പായസം കഴിഞ്ഞല്ലോ, എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, കുറച്ച് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്നറിയില്ല, കൗണ്ടറിൽ നിൽക്കുന്ന ആ ചേട്ടൻ ആ പാത്രം വാങ്ങിയിട്ട് എനിക്ക് 1 ലിറ്റർ തന്നെ തന്നു. അപ്പം അതോടൊക്കെ അവർ ആ കൗണ്ടർ അടയ്ക്കുകയും ചെയ്തു. നമ്മൾ ആഗ്രഹിച്ചു പോകുമ്പം, അത്ര ആഗ്രഹിച്ചാൽ ഭഗവാൻ പറയും, നിങ്ങൾ ഒരു നിമിഷം നിൽക്കൂട്ടോ, അങ്ങനെയെല്ലാം നടത്തി തരും. അതാണ് ഗുരുവായൂരപ്പൻ. ത്രിമധുരം അങ്ങനെയാണ്. ത്രിമധുരം 1 വർഷമായിട്ട് ഭഗവാന്റെ ഭക്തരുടെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ വാർത്തകളൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ഈ അനുഭവം ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ത്രിമധുരം വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. പ്രീമിയം മെമ്പർഷിപ്പ് യൂട്യൂബിൽ എടുക്കുന്നവർക്കാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളത്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ.